ഇപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണ്? ജൂനിയർ ആർട്ടിസ്റ്റിൽ അവഗണന കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ അസോസിയേഷനിലുണ്ടോ? അസോസിയേഷൻ മെമ്പറാണ്. അതെ, മെമ്പർ. കാർഡുണ്ട്, വണ്ടിയിലായിരിക്കും മെമ്പർഷിപ്പ് എടുത്താ. അപ്പൊ നിങ്ങൾക്ക് ഇവര് അവസരങ്ങൾക്ക് വേണ്ടി പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ മാത്രം ഒറ്റ കുടക്കീഴിൽ ഇരുത്താൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണ്ട് ഇതേപോലെ ഒരു തീരുമാനം എടുത്തതാ. അതായത് ഒരു സിനിമ ലൊക്കേഷനിൽ ഇതേപോലെ ഒരു സാധാരണ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചപ്പോ അപ്പൊ വേർതിരിവുണ്ട്. വേർതിരിവ് അതായത് സൂപ്പർ സ്റ്റാറുകൾക്ക് ചില്ല് ഗ്ലാസും അതായത് അതിൽ പണിയെടുക്കുന്ന ക്യാമറാമാൻ വഴി മറ്റേ ഈ സാധനം ചുമക്കുന്നവർക്കൊക്കെ നല്ല ഗ്ലാസ് ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫുഡ് ചില സമയത്ത് കറി ബാലൻസ് വരും. അപ്പൊ അവരതെടുത്ത് മാറ്റും. ചില ഇതിൽ ഇറച്ചിക്കറി ഉണ്ടാവും. ആ ഇറച്ചിക്കറി ഇവരുടെ ഇതിൽ മാറ്റിയിട്ട് ബാക്കി തരുള്ളൂ. ചിലപ്പോ ഇല്ലെന്ന് പറയും. അങ്ങനെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ബബ്ബയിൽ പോയി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താണ് ചോറ് കഴിക്കാൻ? ഇന്നലെ ബബ്ബയുടെ ഷൂട്ടിന് പോയപ്പോ ചോറ് അത് വരട്ടെ അപ്പോഴും അവഗണനയാണ്. 2 മണി 1:30 എങ്ങാണ്ടും കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പൊ ഇവർക്ക് അറിയില്ലേ നമ്മളെ എന്താന്നുള്ളത്. ഞാൻ അപ്പൊ വീഡിയോ എടുക്കാൻ പോയത്. അപ്പൊ അവർക്ക് ആരും മനസ്സിലായിട്ട് എന്റെ ഫോൺ മേടിച്ചെടുത്ത്. ഞാൻ കയറിയപ്പോ തന്നെ എന്റെ ഫോൺ മേടിച്ചെടുത്തു. ഇവര് മറ്റേ പൈനാപ്പിൾ എണ്ണ മറ്റേ സോഷ്യൽ മീഡിയ നിക്കണേന്ന്. അപ്പൊ ആ ഫോൺ മേടിച്ചെടുത്തു തൊട്ടാന്ന് പറയും. ചെന്നപ്പോ തന്നെ ഫോൺ മേടിച്ചെടുത്തു. അല്ലെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങളുടെ മാത്രമാണ് മേടിച്ചത്? ബാക്കിയുള്ള എല്ലാവരും എന്റെ ആദ്യമേ തന്നെ മേടിച്ചെടുത്തു. എന്നോട് പറഞ്ഞു, ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചേട്ടാ ഡയറക്ടർ പറഞ്ഞു ചേട്ടന്റെ ഫോൺ മേടിച്ചെടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അതിനുള്ള ഒരു ജോലിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവഗണനകളുണ്ട്. അതിപ്പോ ബബ്ബയുടെ ഷൂട്ടിലല്ല, മിക്ക സ്ഥലത്തും. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ചിലപ്പോ ഗ്ലാസ്, എനിക്ക് എപ്പോഴും ഭ്രാന്ത് പിടിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് വലിയ എന്ത് വേർതിരിവ് കാണിക്കണം എന്തിനാണ് ഞാൻ ആലോചിക്കണം. മനസ്സിലായി? അപ്പൊ ഇന്നലെ കട്ടൻ ചായക്ക് വേണ്ടി ഞാൻ കുറെ നേരം ഞാൻ ചേട്ടാ ചായ എല്ലാവർക്കും ചായ തീർന്നു പോയി. അതായത് ഈ 300ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. 100 പേർക്കുള്ള കട്ടൻ ചായ അവിടെ കൊടുത്തിട്ടുള്ളു. ബാക്കി 200 പേര് അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവിടെ ഒരു ആട്ടി വിടുന്ന രീതിയിലാണ് ഇന്നലെ പുള്ളി പേടിയുണ്ടോ? എനിക്ക് തുറന്നു പറഞ്ഞ പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ല എന്റെ കുറെ സിനിമക്കാരി വിളിക്കാത്തത്. ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പണിക്കാശി 550 രൂപയാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. രാവിലെ പോയിട്ട് രാത്രി 8 മണി കഴിഞ്ഞപ്പോ 500 രൂപ എനിക്ക് കിട്ടുന്നു ഗൂഗിൾ പേ വഴി. അപ്പൊ നമുക്ക് 500 രൂപ ഉള്ള ഞാൻ ഗൂഗിൾ പേ വഴി മേടിക്കുന്ന പറയും. എന്തിനൊരു തെളിവ് വേണം? എന്തിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പൈസ മേടിക്കുന്നത്? ഇങ്ങനെ ഒരു 100-200 ഇത് ഭയങ്കര 500 രൂപ എന്നുള്ള കിട്ടിയുള്ളത്. ഇന്നലെ വർക്കിന് വേണ്ടി 500 രൂപ കിട്ടിയുള്ളു. രാത്രി 8 മണി വരെ, രാവിലെ പോയിട്ട് 8 മണി വരെ, രാത്രി 8 മണി കഴിഞ്ഞപ്പോ അത് 500 രൂപ ഉള്ളതെന്നാ ഞാൻ ചോദിക്കണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് 500 രൂപ ഉള്ള. എന്റെ ഇപ്പൊ പലരും ഇപ്പൊ പറയും തെളിവുണ്ടാന്ന്. ഞാൻ ഗൂഗിൾ പേ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു 1000-1500 രൂപയ്ക്ക് പണിയെടുക്കുന്നത്. അതാണ് രസം. ഇന്ത്യക്കാരി വന്നിട്ടുണ്ടായിരുന്നു 20 പേര്. 20 പേർക്ക് 1000 രൂപ വെച്ചിട്ടുണ്ടായി. അവർക്ക് 1000 രൂപ വെച്ചിട്ടുണ്ടായി. നമുക്കാണ് 500 വെച്ച്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല. ഒരുപാട് കോർഡിനേറ്റർമാര് ശരിക്കും പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വഞ്ചിക്കുന്നുണ്ട്. അവരെ പൈസ മേടിച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് എന്തോ ഒരു ലൊക്കേഷനിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് എങ്ങനെ വന്നാലും 1200 1300 എങ്ങാണ്ടുണ്ട്. അത് കട്ട് ചെയ്ത് 650 700 600 700 600. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് 1000. അത് ചെറുപ്പം പെണ്ണുങ്ങൾക്ക് 25 വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങൾക്ക് 1000. ആണുങ്ങൾക്ക് 800. അല്ലെങ്കിൽ 800 ഇല്ല, അത് നൈറ്റ് നിൽക്കണവർക്ക്. അല്ലെങ്കിൽ 600 രൂപ 550 രൂപ ഉള്ളു. ഇപ്പൊ ഇന്നലെ വർക്കിന് പോയതാ. പപ്പയുടെ വർക്കിന് പോയിട്ട് എനിക്ക് കിട്ടിയ 500 രൂപ. 500 രൂപ ഉള്ള എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 500 പിന്നെ ഭക്ഷണം അല്ലെ? ഭക്ഷണം ചെയ്താണ് സംഭവം. കട്ടൻ ചായ വെച്ചിട്ട് അവര് 100 പേർക്കുള്ള കട്ടൻ ചായ തിളപ്പിച്ചിട്ടുള്ളൂ. രണ്ടാമത് തിളപ്പിക്കട്ടെ. രാവിലെ പോയാൽ അപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ചോറും സാമ്പാർ ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി ഒരുത്തനോട് തല്ലുപിടിക്കണ്ടായി. അപ്പൊ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് ചിക്കൻ കിട്ടിയില്ല, ചാറ് മാത്രം കിട്ടിയുള്ളൂ, ചിക്കൻ ഇല്ലെന്നും. അപ്പൊ ഈ അവഗണന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും ഉണ്ട്. അതിപ്പോ എവിടെയൊക്കെ കൊണ്ട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല, അസോസിയേഷൻ ഉണ്ടായിട്ടൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുപോലെ നിൽക്കില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പൊ എല്ലാവരും തീരുമാനിക്കുകയാണ് 1000 രൂപക്ക് പോകുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 500 രൂപ പോകുമ്പോൾ പുറത്തുനിന്ന് വേറെ ആൾ വരും. അതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു കുടക്കീഴിൽ നിർത്താൻ പറ്റാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു.